കേരളത്തിൽ സാത്താൻ സേവക്കാരും ബ്ലാക്ക് മാജിക്കുകാരും ഇപ്പോഴുമുണ്ടോ? മലയാളി ദമ്പതിമാരും അധ്യാപികയായ സുഹൃത്തും അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെ വീണ്ടും ഈ ചോദ്യം ഉയരുകയാണ്. കോട്ടയം സ്വദേശികളായ നവീനും ഭാര്യ ദേവിയും അധ്യാപികയായ ആര്യയും ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിച്ച് പുനർജന്മത്തെക്കുറിച്ച് ചിന്തിച്ചവരാണോ? അതിനാണോ അവർ സ്വയം ജീവനൊടുക്കിയത്? മരിച്ചവർ പുനർജനി എന്ന സംഘടനയിൽ അംഗമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദുർമന്ത്രവാദവുമായി സംഘടനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. മലയാളി ദമ്പതിമാരായ നവീൻ തോമസ്, ഭാര്യ ദേവി, ഇവരുടെ സുഹൃത്തായ അധ്യാപിക ആര്യ എന്നിവർ മരിച്ച സംഭവത്തിൽ അരുണാചൽ പ്രദേശ് പോലീസും ബ്ലാക്ക് മാജിക് സാധ്യത തള്ളിയിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പും ശരീരത്തിലെ മുറിവുകളുമൊക്കെയാണ് ഇതിന് കാരണം. കേസ് അന്വേഷണത്തിന് 5 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ അരുണാചൽ പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. മൂവരും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ ഇക്കാര്യം വ്യക്തമാകൂ. മുറിയിൽ നിന്ന് മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ മുടി, കറുത്ത വളകൾ, 3 പേരും ഒപ്പിട്ട ആത്മഹത്യാക്കുറിപ്പ് എന്നിവയും കണ്ടെടുത്തു. ഇതിൽ ബന്ധുക്കളെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറും എഴുതിയിരുന്നു. ആര്യ മകളാണെന്ന് പറഞ്ഞാണ് ഇവർ മുറിയെടുത്തത്. വെള്ളിയാഴ്ച ഹോട്ടലിലെത്തിയ 3 പേരും ശനിയും ഞായറും പുറത്തുപോയിരുന്നു. തിങ്കളാഴ്ച മുതൽ ഇവരെ ഹോട്ടൽ ജീവനക്കാർ പുറത്തു കണ്ടിട്ടില്ല. സ്ത്രീകളെ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തെരഞ്ഞതായി പോലീസ് കണ്ടെത്തി. മരണത്തിൽ അടിമുടി ദുരൂഹതയുള്ളതിനാൽ അരുണാചൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ആര്യയുടെ വിവാഹം അടുത്ത മാസം 7 നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. 27-ാം തീയതി മുതൽ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ആര്യയെ നവീനും ദേവിയും കുടുക്കിയതാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. യാതൊരു തരത്തിലുള്ള കുട്ടിയെക്കുറിച്ച് വേറൊരു ബാക്ക് ഒരു ഇല്ല. വളരെ നല്ല സ്വഭാവവും വളരെ ഈശ്വര ഭക്തിയും അമ്പലത്തിൽ പോകുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷെ ആരെങ്കിലും ട്രാപ്പിൽ വീണതാണോ ഒന്നും നമുക്കറിയില്ല. അതിനിപ്പോൾ അത് നല്ല അടുപ്പായിരുന്നു. കാരണം ഒരേ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവരാണ് അടുത്ത ഫ്രണ്ടായിട്ടുള്ളത്. ആ കുട്ടിക്ക് അവരോട് വരാറുണ്ട്, അങ്ങോട്ട് ബന്ധപ്പെടാറുണ്ട്, ഒക്കെ ഉണ്ട്. അല്ല അത് കൂടുതൽ നമുക്ക് പറഞ്ഞോട്ടെ. ഇപ്പോൾ കുട്ടികളെ ആരുമില്ല, അവരെ പെൺകുട്ടികൾ ഫോൺ ചെയ്യണമൊക്കെ നമ്മൾ അത് വേറെ പുരുഷനായിട്ടാണ് ബന്ധമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. ഇതങ്ങനെയല്ല, ഒരു കൂടെ ഉള്ളൊരു സ്റ്റാഫിൻ്റെ കൂടെ. അപ്പോൾ അത് ശരി, ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു. നല്ല വീട്ടുകാരും അതിനകത്ത് വേറെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ഇതായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അയക്കും. ഇതിനിടെ നവീന്റെ കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ബ്ലാക്ക് മാജിക് അടക്കമുള്ള ഇടപാടുകളിലേക്ക് എങ്ങനെ ഇവരെത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കേരള പോലീസും അന്വേഷിച്ചു വരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.